ഡേയ് 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 അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാ. എന്നെ കണ്ടിട്ട് നിനക്കൊക്കെ വല്ല കല്യാണ ബ്രോക്കറുമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നു വെച്ചിരിക്കുന്നത് നിനക്ക് കല്യാണം നടത്തി തരാനല്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്റെ ഇൻബോക്സ് വരുന്ന മെസ്സേജ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ജോലിയുണ്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ പെണ്ണ് നോക്കുവാണ്, ഇതുവരെ എനിക്ക് പെണ്ണ് കിട്ടില്ല, എനിക്ക് ഇന്ന നക്ഷത്രം ഇന്നതാണ് എന്റെ കാറ്റഗറി, എനിക്ക് പെണ്ണ് കിട്ടുമോ? ഞാൻ ആരുടെ മാട്രിമോണിയിലെ ചേച്ചിയാ? വേറൊരുത്തം വന്നിട്ട് എനിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, പക്ഷെ 32 വയസ്സായി, ഇത്ര നാളെ ഞാൻ കാത്തിരുന്ന ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയാ, ഇപ്പൊ ഞാൻ ഗവൺമെന്റ് ജോലി കിട്ടി, പക്ഷെ എന്നെ പെൺകുട്ടികളൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ പണ്ടത്തെ കാലമായിരുന്നു ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇട്ടുകൂടാനുള്ള സ്ത്രീധനത്തിൽ പെൺകുട്ടിയെ കിട്ടണതല്ലേ, എന്താ എനിക്ക് പെണ്ണ് കിട്ടാത്തെ? ഡേയ് ഞാൻ ജെമിനിയോ ചാറ്റ് ജിപിടി ഒന്നും അല്ല നിന്റെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട്. പിന്നെ കുറെ പേര് എന്റെ ഇൻബോക്സിൽ വന്നിട്ട് കുട്ടി കല്യാണം കഴിക്കുന്നുണ്ടോ, കുട്ടി ബോയ് ഫ്രണ്ട് ഉണ്ടോ, കുട്ടി ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണോ, എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ, സിംഗിൾ ആണോ, വീട്ടിൽ കല്യാണം നോക്കുന്നുണ്ടേ പറ, മാട്രിമോണിയിലുണ്ടോ, മാട്രിമോണി ഐഡി തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ കിട്ടിയില്ല, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? എടാ എന്നെ കിട്ടിക്കാനായിട്ട് നീക്ക് എന്തിനാണ് നടക്കുന്നിരുന്നിട്ട്? കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 24 വയസ്സായി എന്നുള്ള കാര്യം. അത് വേറെ എന്തോ ഒരു കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തുടങ്ങിയതാ 24 വയസ്സെന്താ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രായമല്ലേ, നിനക്ക് കല്യാണം കഴിച്ചൂടെ? ഞാൻ വിദേശത്ത് സെറ്റിൽഡ് ആണ്, എനിക്ക് നല്ല ജോലിയുണ്ട്, കുട്ടിക്ക് പണിക്കൊന്നും പോകേണ്ടി വരില്ല, കുട്ടിയുടെ കോണ്ടന്റ് ക്രിയേഷൻ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ക്യാൻ വി പ്രൊസീഡ് ദിസ്? ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് എന്തായാലും മാസം ഒരു 10-45 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്നുണ്ട്. പോരാത്തിന് വീട്ടിലെ കാര്യങ്ങളും നമുക്ക് നോക്കണ്ട, കാരണം എനിക്ക് മൂത്തൊരു ചേട്ടനുണ്ട്, ചേട്ടൻ നോക്കിക്കോളും വീട്ടിലെ കാര്യങ്ങളൊക്കെ. നമുക്ക് നമ്മുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ കുട്ടിയുടെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നും കേട്ടോ, കുട്ടിക്ക് ആഫ്റ്റർ മാരേജ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ആക്ച്വലി തന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചത് എനിക്ക് ചേച്ചിയായിരുന്നു. ചേച്ചിക്ക് എന്തോ ഭയങ്കരമായിട്ട് നിന്നെ ഇഷ്ടപ്പെട്ടു, നാത്തുനായിട്ട് താൻ തന്നെ മതി എന്നാ ചേച്ചി പറയുന്നത്. എടോ അമ്മയ്ക്ക് പ്രായമായി വരാ, അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊരു മരുമോളെയല്ല മോളെയാ വേണ്ടതെന്ന്. എന്തോ താൻ ഒരു കറക്റ്റാന്ന് എനിക്ക് തോന്നുന്നു. ക്യാൻ യു പ്രൊസീഡ് ദിസ്? എനിക്കിപ്പം 28 വയസ്സായി, അപ്പം എങ്ങനെ നോക്കിയാലും ഈ വർഷം തന്നെ കല്യാണം കഴിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. കുട്ടി ഇപ്പൊ 24 എന്നല്ലേ പറഞ്ഞേ? ആക്ച്വലി 4 ഇയേഴ്സ് വലിയൊരു ഡിഫറൻസ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. എടോ ഇപ്പൊ തന്നെ ഞാൻ പെണ്ണാലോചിച്ച് കുറെ നാൾ ഇതിന്റെ പുറകെ നടന്നു മടുത്തു, ഇനിയിപ്പോ കൂടുതലായിട്ട് ആലോചിക്കേണ്ടാന്ന് എന്തോ തന്റെ പ്രൊഫൈൽ കണ്ടപ്പോ എനിക്ക് തോന്നി. സോ നമുക്ക് നോക്കിയാലോ? ഇതൊക്കെയാണ് എന്റെ ഇൻബോക്സിൽ വന്ന ഏട്ടായിമാര് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. സോ ഗൈസ് പ്ലീസ്, നിങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ലേ മാട്രിമോണി പോയി രജിസ്റ്റർ ചെയ്യൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, എനിക്ക് സ്വന്തമായിട്ട് ജോലി വേണം, ഇൻഡിപെൻഡന്റ് ആയി നിൽക്കണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അത് വാങ്ങണം, അവിടെ പോകണം ഇവിടെ പോകണം, അങ്ങനെ കാരണം സോളോ ട്രിപ്പ് പോകണം, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അല്ലാതെ കല്യാണം കഴിക്കാന്നുള്ളതല്ല എന്റെ ജീവിതാഭിലാഷം. അല്ലാതെ എന്റെ അടുത്ത് വന്നിട്ട് നിനക്ക് 24 വയസ്സായില്ലേ, നിനക്ക് ഇപ്പൊ കല്യാണപ്രായമായില്ലേ, നിനക്ക് ഈ പ്രായത്തിൽ കെട്ടിയ എന്താ കുഴപ്പം? ഞാൻ കൗൺസിലിംഗ് എടുക്കുന്ന ആളൊന്നുമല്ല. എന്റെ ഇൻബോക്സിൽ വന്ന് കിടന്നിട്ട് ഇതിന് പരിഹാരം ഉണ്ടോ, എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് പെണ്ണ് കിട്ടാത്ത, അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ അതുപോലെ ജോലിസിനുമാണോ ഇത് ഗണിച്ചു കൂട്ടിയിരുന്ന് പറയാനായിട്ട്? വിചാരം. സോ ഗൈസ് പ്ലീസ്, ഞാനിപ്പോ കല്യാണവും നോക്കുന്നില്ല, കല്യാണത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഒരു കല്യാണ ബ്രോക്കർ പരിപാടി നടത്തുന്നില്ല, കൗൺസിലിംഗ് നടത്തുന്നില്ല, ജ്യോതിഷവും നോക്കുന്നില്ല. മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി കാണൂലേ?